ഹായ് എവ്രി വൺ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ പോകുന്നതാണ് വെരിക്കോസ് വെയിൻ. നമുക്കറിയാം പ്രാക്ടിക്കൽ പോയിന്റ് ഓഫ് വ്യൂലും തിയറി പോയിന്റ് ഓഫ് വ്യൂലും അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് വെരിക്കോസ് വെയിൻ. നമുക്കറിയാം ഡെയിലി ലൈഫിൽ നമ്മൾ എന്തായാലും സർജറീൻ്റെ ഈ OPD-യിലൊക്കെ പോയി നിൽക്കുകയാണെങ്കിൽ വെരിക്കോസ് വെയിൻ്റെ കേസസ് കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ അതിൻ്റെ തിയറി ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളൊരു ഇൻറ്റൻഷനിൽ ഇടുന്നൊരു വീഡിയോ ആണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. അതായത് കൂടെ തന്നെ പഠിച്ചു പോകണം, പിന്നീട് റിവൈസ് ചെയ്യുക എന്നുള്ളൊരു ഇൻറ്റൻഷൻ ആയിരിക്കണം. കാരണം കൂടെ തന്നെ പഠിച്ചു പോയി കഴിഞ്ഞാൽ അതങ്ങ് തീരും. ഇത് വച്ചുകൊണ്ടിരുന്നത് കുറേ ഉണ്ടാവും. അപ്പം നമുക്ക് തുടങ്ങാം. അതായത് നമ്മൾ പറയണത് വെരിക്കോസ് വെയിൻസ് എന്ന് പറഞ്ഞാൽ എന്താ ശരിക്കും? ഇലോങ്ങേറ്റഡ്, ഡയലേറ്റഡ്, ടോഷ്യസ് ആയിട്ടുള്ള സൂപ്പർഫിഷ്യൽ വെയിൻസ് ആണ് എന്തെന്ന് പറയണത് വെരിക്കോസ് വെയിൻ എന്ന് പറയണത്. ഇത് നമുക്കറിയാം ഇതെന്താണ്? പാത്ത് കോസിങ് പത്തോളജിക്കൽ സർക്കുലേഷൻ. അതുപോലെ തന്നെ ഇവിടെ എന്താ നടക്കുന്നത് വെച്ചാൽ റിവേഴ്സൽ ഓഫ് ബ്ലഡ് ഫ്ലോ. നമുക്കറിയാം വെയിൻസിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ വാൾസ് ഉണ്ടല്ലോ, അത് യൂണി ഡയറക്ഷനിൽ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ? ഈ ബ്ലഡിനെ ഫ്ലോ ചെയ്യാൻ സമ്മതിക്കുന്നുള്ളൂ. പക്ഷേ ഇപ്പോൾ വാൾസിന് എന്തെങ്കിലും രീതിയിൽ ഒരു ഇൻകോമ്പിറ്റൻസ് വന്നു കഴിഞ്ഞെന്ന് പറഞ്ഞാൽ നമ്മുടെ തിരിച്ചും ഒക്കെ ബ്ലഡ് ഫ്ലോ ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് റിവേഴ്സൽ ഓഫ് ബ്ലഡ് ഫ്ലോ നടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അതാണ് എന്തുണ്ടാക്കുന്നത്? വാരിക്കോസ് വെയിൻ ഉണ്ടാക്കുന്നത്. ഇതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ. അടുത്തതാണ് റിസ്ക് ഫാക്ടേഴ്സ്. റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒന്നിക്കൽ എന്താ ഹെറിഡിറ്ററി ആയിട്ട് വരാം. രണ്ടാമത് എന്താണ്? ഫീമെയിൽ സെക്സ്. ഇത് ഇമ്പോർട്ടൻ്റാണ്. ഞാൻ ജസ്റ്റ് പറയുന്നത് നിങ്ങളിത് എഴുതി വെച്ചാൽ മതി. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് റിസ്ക് ഫാക്ടേഴ്സ് നല്ല ആയതെന്നൊക്കെ. ഫീമെയിൽ സെക്സ് ഞാൻ പറഞ്ഞു. ഈ ഫീമെയിൽ സെക്സ് ഉള്ളവർക്ക് നമുക്കറിയാം ഫീമെയിൽസിന് ഈസ്ട്രോജനും പ്രൊജസ്ട്രോൺ ഹോർമോൺസ് ഉണ്ട്. ഈ ഹോർമോൺസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചേഞ്ച് ഇൻ വെയിൻ വോളിൻ ആൻഡ് വാൾവ്, അതായത് വെയിൻ്റെ വോളിനും വാൾവിനും എന്തുണ്ടാക്കുന്നുണ്ട്? ചേഞ്ച് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം എന്ത് ചെയ്യും? പ്രഷർ അങ്ങ് കൂടും. അതെന്തുണ്ടാക്കും? വാരിക്കോസ് ഉണ്ടാക്കും. ഇത് ജസ്റ്റ് ഓർത്തിരിക്കുക, അല്ലെങ്കിൽ വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ഇതാണ് ഫീമെയിൽ സെക്സ്. അതുപോലെ തന്നെ നമുക്കറിയാം പ്രഗ്നൻസി സമയവും എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് പ്രഷർ ഓൺ വെയിൻ. കാരണം എന്തുകൊണ്ടാ? ഇൻക്രീസ്ഡ് വോളിയം ഓവർലോഡ്. ഇതൊക്കെ നമുക്കറിയാം, OBGയിലൊക്കെ വായിക്കുന്നതാണ്, എന്നാലും ജസ്റ്റ് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അതുപോലെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ OCP എടുക്കുന്നവർക്ക്, അതുപോലെ ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി എടുത്തവർക്കൊക്കെ എന്താണ് ഈ വെരിക്കോസ് വെയിൻ വരാനുള്ള ചാൻസസ് കൂടുതലാണെന്ന് കേട്ടിട്ടുണ്ട്. അതൊക്കെ ഈ ഹോർമോൺ ബേസിസിൽ വരുന്നതാണ്. അതൊക്കെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സ്ട്രാ മാർക്ക് കിട്ടും. അങ്ങനെ ഇനി അടുത്തതാണ് ഒക്യുപ്പേഷനും ഇമ്മൊബിലിറ്റിയും. ഒക്യുപ്പേഷൻ ദാറ്റ് ഡിമാൻഡ്സ് പ്രൊലോങ്ഡ് സ്റ്റാൻഡിങ്, അതായത് കുറേ സമയം നിൽക്കുന്നവർക്ക് വരുന്ന, അതായത് കുറേ സമയം നിൽക്കുന്ന കൈൻഡ് ഓഫ് ജോലികൾ, അതായത് പോലീസ്മാൻ, ട്രാഫിക് പോലീസ്, അതുപോലെ പിന്നെ ടീച്ചേഴ്സ്, അങ്ങനെ കണ്ടിന്യൂസ് നിൽക്കുന്ന സർജൻസ്, അതുപോലെ കണ്ടിന്യൂസ് നിൽക്കുന്നവർക്കൊക്കെ എന്ത് വരാനുള്ള ചാൻസസ് ഉണ്ട്? ഈ വെരിക്കോസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതുപോലെ ഇമ്മൊബിലിറ്റി. ഇതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റാഗ്നേഷൻ ഓഫ് ബ്ലഡ്. നമുക്കറിയാം ഈ നമ്മൾ ഇപ്പോൾ കണ്ടിന്യൂസ് നിൽക്കുകയാണെന്നൊക്കെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്? ബ്ലഡ് ഇങ്ങനെ വന്ന് അതായത് കെട്ടിക്കിടക്കാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ എന്തുണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്? ഈ വാൽവുലാർ ഇൻകോമ്പിറ്റൻസ് ഉണ്ടാവാനുള്ള ചാൻസസ് ഉണ്ട്. അങ്ങനെ നമുക്ക് എന്തുണ്ടാകാം? വെരിക്കോസ് വരാൻ. അടുത്തത് ഞാൻ പറഞ്ഞു ഇൻക്രീസ്ഡ് അല്ലെങ്കിൽ റേസ്ഡ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ലൈക്ക് സ്പോർട്സ്, ടൈറ്റ് ക്ലോത്തിങ്, പ്രഗ്നൻസി. ഇത് പ്രഷർ കൂട്ടും. അതിന് ഒരു തന്നെയാണ്. കാരണം ഇവിടെ ഒരു കേസ് ഉണ്ട്, അതായത് ക്രോണിക് കോൺസ്റ്റിപ്പേഷൻ എന്തുണ്ടാക്കും? റേസ്ഡ് ഇൻട്രാ അബ്ഡോമിനൽ പ്രഷർ ഉണ്ടാക്കും. പിന്നെ ഇത് സെയിം, അതായത് റേസ്ഡ് പ്രൊജസ്ട്രോൺ ലെവൽ, ആൾട്ടേർഡ് ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ റേഷ്യോ. അതുപോലെ ഹൈ ഹീൽസ്. നമ്മൾ കുറേ പേരും ഗേൾസ് ഒക്കെ ഹൈ ഹീൽസ് യൂസ് ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട് ഹൈ ഹീൽസ് വെരിക്കോസ് ഉണ്ടാക്കിയെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹീൽസ് നമ്മൾ യൂസ് ചെയ്യുന്ന സമയം നമ്മുടെ ആൾട്ടേർഡ് ഗേറ്റ് ആവും. അതുപോലെ തന്നെ കൂടാണ്ട് നമ്മുടെ കാഫ് മസിൽസിനൊക്കെ സ്ട്രെസ് കൂടാനുള്ള ചാൻസസ്, അല്ലെങ്കിൽ സ്ട്രെയിൻ കൂടാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് എന്തുണ്ടാവുന്നത്? വെരിക്കോസ് വെയിൻസ് ഉണ്ടാവുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ദ ക്ലാസിഫിക്കേഷൻ. നമുക്കറിയാം ക്ലാസിഫിക്കേഷൻ പഠിക്കണേ. മെയിൻലി 3 ക്ലാസിഫിക്കേഷൻ, 1, 2, 3, അങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ. അതിൽ ഓരോന്നും ഇപ്പം ഞാൻ പറഞ്ഞു തരും. ആദ്യത്തെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മെയിൻലി ഒന്നിക്കൽ ഇത് എവിടെയാണ് വെരിക്കോസിറ്റി എവിടെയാണെന്ന് അറിയാം. അതായത് ലോങ് സഫനസ് വെയിനിലെ വെരിക്കോസിറ്റി ആണോ, അത് ഷോർട്ട് സഫനസ് വെയിനിലെ വെരിക്കോസിറ്റി ആണോ, അതുപോലെ വെരിക്കോസ് വെയിൻ ഡ്യൂ ടു പെർഫറേറ്റർ ഇൻകോമ്പിറ്റൻസ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അതായത് ഈ 3 അതാണ് ക്ലാസ് 1. ഏത്? ലോങ് സഫനസ് വെയിനിലെ വെരിക്കോസിറ്റി, ഷോർട്ട് സഫനസ് വെയിനിലെ വെരിക്കോസിറ്റി, വെരിക്കോസ് വെയിൻ ഡ്യൂ ടു പെർഫറേറ്റർ ഇൻകോമ്പിറ്റൻസ്. രണ്ടാമത്തേതാണ് ക്ലാസിഫിക്കേഷൻ 2. ഈ ക്ലാസിഫിക്കേഷൻ 2 ഞാൻ പറഞ്ഞു, അതായത് എത്രമാത്രം സൈസിൻ്റെ ബേസിൽ, അതായത് വെയിൻസിൻ്റെ സൈസിൽ, അതായത് ടെലങ്ജക്ടേഷ്യ അല്ലെങ്കിൽ അതായത് ത്രെഡ് വെയിൻസ് എന്ന് പറയും. അതെന്ന് പറഞ്ഞാൽ 0.5 to 1 millimeter ആണ് സൈസ് വരുന്നത്. ഞാൻ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 3 millimeter ആണെങ്കിൽ എന്താ? വെരിക്കോസ് വെയിൻ ആണ്. അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് അതായത് 1 to 3 millimeter ആണെങ്കിൽ അതെന്താണ്?
റെറ്റിക്കുലർ വെയിൻസ് ആണ്, അതാണ് ഇവിടെ പറയുന്നത്. ത്രെഡ് വെയിൻസ് 0.5 to 1, റെറ്റിക്കുലർ വെയിൻസ് 1 to 3, വെരിക്കോസ് വെയിൻ ഈക്വൽ ഓർ മോർ ദാൻ 3 ഡയമീറ്റർ, പിന്നെ കോമ്പിനേഷൻ ഓഫ് എനി എബവ്. അടുത്തതാണ് അട്രോപ്പിക് ബ്ലാഞ്ചിങ്. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് അട്രോപ്പിക് സ്കിൻ സറൗണ്ടഡ് ബൈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആൻഡ് ഡയലേറ്റഡ് കാപ്പിലറീസ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, കണ്ടോ, ആ ഒരു വൈറ്റ് അട്രോപ്പിക് സ്കിൻ കാണപ്പെടുന്നില്ലേ? അതുപോലെ അതിന് ചുറ്റുമായിട്ട് ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ഉണ്ട്. ഈ പടത്തിൽ അത്രമാത്രം വിസിബിൾ അല്ല, ഇവിടെയൊക്കെ ചെറുങ്ങനെ കാണാവുന്നുണ്ട്. അതുപോലെ ഡയലേറ്റഡ് കാപ്പിലറീസും പ്രസൻ്റ് ആയിരിക്കും. ആണ് സഫനോവാരിക്സ്. സഫനോവാരിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നുമില്ല, അതായത് നമുക്കറിയാമല്ലോ സഫനോഫീമറൽ ജംഗ്ഷൻ ഉണ്ട്. എവിടെയാണ് സഫനോഫീമറൽ ജംഗ്ഷൻ? 4 cm ഇൻഫറോലാറ്ററൽ ടു ദ പ്യൂബിക് ട്യൂബർക്കിൾ. അവിടെയാണ് ഈ സഫനോഫീമറൽ ജംഗ്ഷൻ ഉള്ളത്. അവിടെ എന്തുണ്ടാവുമെന്ന് വെച്ചാൽ ഒരു ലാർജ് ആയിട്ട്, നിങ്ങൾ ഈ ഫിഗറിൽ കാണുന്നുണ്ടോ, ഇവിടെ ഒരു ലാർജ് വെരിക്കോസിറ്റി ഉണ്ടാവും. ഈ ലാർജ് വെരിക്കോസിറ്റി ഉണ്ടാവും, അതായത് ലാർജ് ഒരു ബൾജ്ഡ് ഔട്ട് ആയിട്ടുള്ള വെരിക്കോസിറ്റി അതുണ്ടാവും. അത് അറ്റ് ദ സഫനോഫീമറൽ ജംഗ്ഷൻ വിച്ച് ഡിസപ്പിയർ ഓൺ ലൈൻ ആൻഡ് അതായത് നമ്മൾ ലൈങ് ഡൗൺ പൊസിഷനിൽ കിടക്കുന്ന സമയത്ത് നമുക്ക് അധികം വിസിബിളായിട്ട് കാണാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങൾ മോറിസിസ് കഫ് ഇമ്പൾസ് ടെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ക്ലിനിക്സിൽ പഠിക്കുന്നുണ്ടാവും. അപ്പം അതുപോലെ തന്നെ, അതായത് കഫ് ചെയ്യുന്ന സമയം അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കുന്ന സമയത്ത് മോർ പ്രോമിനൻ്റ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. അതാണ് ഈ സഫനോവാരിക്സ്. സഫനോവാരിക്സും അട്രോപ്പിക് ബ്ലാഞ്ചും മനസ്സിലായില്ല. അട്രോപ്പിക് ബ്ലാഞ്ച് എന്ന് പറഞ്ഞാൽ ലോക്കലൈസ്ഡ് ആയിട്ടുള്ള ഒരു വൈറ്റ് ഉണ്ടായി, ഇപ്പോൾ ആലോചിച്ചാൽ മതി, വൈറ്റ് അട്രോപ്പിക് സ്കിൻ സറൗണ്ടഡ് ബൈ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ ആൻഡ് ഡയലേറ്റഡ് കാപ്പിലറീസ്. ഇതാണ് അട്രോപ്പിക് ബ്ലാഞ്ച്. അതുപോലെ തന്നെ സഫനോവാരിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാർജ് നമ്മുടെ ഇൻഗ്വനിൽ ഗ്രോയിനിലുള്ള വെരിക്കോസിറ്റിയാണ് അറ്റ് ദ സഫനോഫീമറൽ ജംഗ്ഷൻ വിച്ച് ഡിസപ്പിയർ ഓൺ ലൈങ് ഡൗൺ ആൻഡ് ഇമ്പാർട്സ് ആൻഡ് ഇമ്പൾസ് ആൻഡ് ത്രിൽ ഓൺ ദി കഫിങ്. അതായത് അവിടെ നമുക്ക് നമ്മൾ കൈ വെച്ച് നോക്കണം, നമ്മൾ തമ്പ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊരു ത്രില്ല്, അതായത് ഫീൽ ചെയ്യാൻ, ഒരു ഇമ്പൾസ് എല്ലാം ഇവിടെ ഫീൽ ചെയ്യാൻ പറ്റും. ഇനി അടുത്താണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ഈ സ്മോൾ വെരിക്കോസ് എന്താണ്, ലാർജ് വെരിക്കോസ് എന്താണ്? സ്മോൾ വെരിക്കോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലെസ് ദാൻ 4 mm. നമ്മൾ പറഞ്ഞു ഗ്രേറ്റർ ദാൻ 3 mm എന്താണ്, വെരിക്കോസിറ്റി ആണ്, വെരിക്കോസ് വെയിൻ ആണ്. അതുപോലെ തന്നെ സ്മോൾ വെരിക്കോസ് ഉണ്ട്, ലാർജ് വെരിക്കോസ് ഉണ്ട്. സ്മോൾ വെരിക്കോസ് എന്ന് പറഞ്ഞാൽ ലെസ് ദാൻ 4 cm, ഗ്രേറ്റർ ദാൻ 4 cm എന്നാണ് ലാർജ് വെരിക്കോസ് ഇൻ ഡയമീറ്റർ. ഇത് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. അടുത്തൊരു ടേമാണ് കൊറോണ പ്ലെബക്റ്റേറ്റിക്ക. അതായത് ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്ലൂ ടെലഞ്ചക്ടീഷ്യ ഓൺ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ ഫുഡ് ബിലോ ദ മീഡിയൽ മാലിയോളസ്. അടുത്ത ടേമാണ് കൊറോണ പ്ലെബക്റ്റേറ്റിക്ക. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബ്ലൂ ടെലഞ്ചക്ടീഷ്യ ഓൺ ദ മീഡിയൽ ആസ്പെക്ട് ഓഫ് ദ ഫുഡ് ബിലോ ദ മാലിയോളസ് അറൌണ്ട് ദ ആംഗിൾ ലെവൽ. മോർ ദാൻ 5 such lesions ആർ ദ ബെസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് പ്രെഡിക്ടർ ഓഫ് ദ സ്കിൻ ചേഞ്ചസ്. അതായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും, കണ്ടോ, അതായത് ഇവിടെ പറയുന്നുണ്ട്, എടുത്ത് പറയുന്നുണ്ട് ബ്ലൂ ടെലഞ്ചക്ടീഷ്യ. ടെലഞ്ചക്ടീഷ്യ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു, അതായത് 0.5 to 1 mm വരുന്ന ഡയമീറ്റർ വരുന്നതാണ്. ഇവിടെ കണ്ട ഭയങ്കര ചെറുതാണ്. അതെന്ന് പറഞ്ഞാൽ ബ്ലൂ കളേഴ്സായിട്ട് ഇവിടെ കാണുന്നില്ല നിങ്ങൾ. അതായത് മെയിൻലി ഇവിടെ ഒരു ലൊക്കേഷൻ പറയുന്നുണ്ട്, അതായത് ഫൂട്ടിലാണ്, അതായത് ഫൂട്ട് ബിലോ ദ മാലിയോളസ് അറൗണ്ട് ദ ആംഗിൾ. കണ്ട അറൗണ്ട് ദ ആംഗിൾ ആയിട്ട് ബിലോ ദ മാലിയോളസിൽ കാണപ്പെടുന്ന എന്താണ്, ഒരു ബ്ലൂ ടെലഞ്ചക്ടീഷ്യയാണ്. എസ്പെഷ്യലി കണ്ടത് മീഡിയൽ ആസ്പെക്റ്റ് ആണ്, മീഡിയൽ ആസ്പെക്റ്റിൽ. അതുപോലെ തന്നെ അടുത്ത് പറഞ്ഞാൽ പൾസറ്റൽ വെരിക്കോസ് വെയിൻസ് ഇൻ ദി ലോവർ ലിംബ് ഈസ് സീൻ ഇൻ ദി ക്ലിപ്പൽ ടെർണോണി സിൻഡ്രോം. അതായത് ഇത് ഒരു പ്രത്യേക സിൻഡ്രോമാണ്. ഇത് ഞാൻ വേറെ സെപ്പറേറ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് തരും നിങ്ങൾക്ക്. അടുത്തത് നമ്മളിപ്പോൾ പറഞ്ഞു ക്ലാസിഫിക്കേഷനാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ക്ലാസിഫിക്കേഷൻ 1 കഴിഞ്ഞു, ക്ലാസിഫിക്കേഷൻ 2 കഴിഞ്ഞു, ഇനി ക്ലാസിഫിക്കേഷൻ 3 ആണ്. ക്ലാസിഫിക്കേഷൻ 3 എന്ന് പറഞ്ഞാൽ CEAP ക്ലാസിഫിക്കേഷനാണ്. അത് 2004 വന്നിരിക്കുന്നത് CEAP ക്ലാസിഫിക്കേഷൻ. CEAP എന്താണ്? C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലിനിക്കൽ ക്ലാസിഫിക്കേഷൻ, E എന്ന് പറഞ്ഞാൽ എറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, A എന്ന് പറഞ്ഞാൽ അനാട്ടമിക്കൽ ക്ലാസിഫിക്കേഷൻ, P എന്ന് പറഞ്ഞാൽ പാത്തോഫിസിയോളജി ക്ലാസിഫിക്കേഷൻ. ഇതിവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. അതുപോലെ ക്ലിനിക്കൽ സയൻസിൻ്റെ ഉണ്ട്, അതിന് നമ്മൾ S എന്ന് പറയും, അതായത് എസിംപ്റ്റമാറ്റിക്കും സിംപ്റ്റമാറ്റിക്കും. അതുപോലെ തന്നെ ഇതിനെ ഗ്രേഡ് ചെയ്തിട്ടുണ്ട്, 0 to 6 ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. ആ ഗ്രേഡ് ഞാൻ ഇവിടെ പറഞ്ഞിരുന്നതാണ്. അതിന് മുന്നേ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് നോക്കാം. പിന്നെ കാണാം എറ്റിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ. എറ്റിയോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം, കൺജനേറ്റൽ ആയിരിക്കാം, പ്രൈമറി ഉണ്ടാവാം, സെക്കൻഡറി ഉണ്ടാവാം, അല്ലെങ്കിൽ നോ വീനസ് എറ്റിയോളജി ആയിരിക്കും. അതുപോലെ തന്നെ A എന്ന് പറഞ്ഞാൽ അനാട്ടമിക്കൽ. അനാട്ടമിക്കൽ എന്താ, സൂപ്പർഫിഷ്യൽ ഇതിലായിരിക്കും, അതുപോലെ ഡീപ്പിലായിരിക്കും, പെർഫറേറ്റേഴ്സിൽ ഉണ്ടാവുന്നതാണ്. അതിൽ നോ വീനസ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈഡ്. അടുത്തത് പാത്തോഫിസിയോളജിക്കൽ. പാത്തോഫിസിയോളജിക്കൽ എന്ന് പറഞ്ഞാൽ റിഫ്ലെക്സ് ആൻഡ് ഒബ്സ്ട്രക്ഷൻ, അതായത് കമ്പൈൻ ബോത്ത്. അതുപോലെ തന്നെ നോ പാത്തോഫിസിയോളജി ഐഡൻറ്റിഫൈഡ്. ഈ ഒരു ക്ലാസിഫിക്കേഷൻ എഴുതണം, എന്തായാലും മസ്റ്റാണ്. എന്ന് നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ് ഈ CEAP ക്ലാസിഫിക്കേഷൻ. അതിൽ C0, 1, 2, 3, 4, 4ൽ തന്നെ 4A, 4B, 4C ഉണ്ട്, 5, 6, 6ൽ 6R ഉണ്ട്. അങ്ങനെ ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ട്. ഇതാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്.
ഇതിൽ എന്ന് പറഞ്ഞാൽ ഗ്രേഡിംഗ് ഉണ്ട്, അതായത് 0 to 6. 0 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിസിബിളായിട്ടോ അത് നമുക്ക് കാണാനോ തൊടാനോ ആയിട്ടുള്ള എന്തില്ല, ഒരു വീനസ് സൈൻസിൻ്റെ അത് വീനസ് ഡിസോർഡേഴ്സിൻ്റെ സൈൻസ് ഇല്ല. ഒന്നാമത്തെ എന്താണ് ടെലഞ്ചിക്ടീഷ്യ ആണ്, മറ്റേ അല്ലെങ്കിൽ റെറ്റിക്കുലാർ വെയിൻസൊക്കെ നമുക്ക് അല്ലെങ്കിൽ മാലിയോളാർ ഫ്ലെയർ എന്ന് പറയും. അതായത് നമ്മുടെ മാലിയോളസിന് ചുറ്റും ഇങ്ങനെ ഭയങ്കര കുറേ ഇങ്ങനെ വെയിൻസ് ഇങ്ങനെ നിന്നിങ്ങനെ കൂനക്കൂട്ടി നിൽക്കത്തില്ലേ, അങ്ങനെ അതിനാണ് മാലിയോളാർ ഫ്ലെയർ എന്ന് പറയുന്നത്. 2 എന്ന് പറയുമ്പോൾ എന്താ, വാരിക്കോസ് വെയിൻ ആണ്. മൂന്നാമത്തത് എഡിമ വിത്തൗട്ട് സ്കിൻ ചേഞ്ചസ്. നാലാമത്തത് സ്കിൻ ചേഞ്ചസ് ഡ്യൂ ടു വീനസ് ഡിസീസ്. അതായത് ഇവിടെ നിന്ന് നിങ്ങൾക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാവും. അതായത് നോ വിസിബിൾ അല്ലെങ്കിൽ പാൽപ്പബിൾ ആയിട്ടുള്ള സൈൻസ് ഒന്നുമില്ല. അതുപോലെ ടെലഞ്ചിറ്റേഷ്യ ഓർ റെറ്റിക്കുലർ വെയിൻ ആണ് 1 എന്ന് പറയുന്നത്. 2 എന്ന് പറഞ്ഞാൽ വെരിക്കോസ് വെയിൻ ആണ്. 2R ഉണ്ട്. 6 എന്ന് പറഞ്ഞാൽ റിക്കറൻറ്റ് വെരിക്കോസ് വെയിൻസ് ആണ്. അതുപോലെ തന്നെ 3 എന്ന് പറഞ്ഞാൽ എഡിമ. 4 എന്ന് പറഞ്ഞാൽ ചേഞ്ചസ് ഇൻ സ്കിൻ ആൻഡ് സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂ സെക്കൻഡറി ടു CVD. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്. പിഗ്മെൻറ്റേഷൻ അല്ലെങ്കിൽ A എന്ന് പറയുന്നത് പിഗ്മെൻറ്റേഷൻ ഓർ എക്സീമ. B എന്ന് പറഞ്ഞാൽ ലിപ്പോഡെർമറ്റോസ്ക്ലിറോസിസ് ഓർ ഞാൻ പറഞ്ഞല്ലോ അട്രോഫി ബ്ലാഷി. അതുപോലെ തന്നെ C എന്ന് പറഞ്ഞാൽ കൊറോണ പ്ലെബക്ടേറ്റിക്ക. അതുപോലെ തന്നെ ഇനി 5 ആണെങ്കിൽ ഹീൽഡ് ആയിട്ടുള്ള വീനസ് അൾസർ ആയിരിക്കും. 6 ആണെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള വീനസ് അൾസേഴ്സ് ആയിരിക്കും. 6 ആണെന്ന് പറഞ്ഞാൽ റിക്കറൻ്റ് ആയിട്ടുള്ള ആക്റ്റീവ് വീനസ് അൾസേഴ്സ് ആയിരിക്കും. ഇത്രയാണ് ഇതിലുള്ളത്. അനാട്ടമിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പറഞ്ഞു അതിൽ തന്നെ, അതൊക്കെ ഉള്ളൂ. ഇതൊക്കെ എക്സ്ട്രാ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞു സൂപ്പർഫിഷ്യൽ സിസ്റ്റം, ഡീപ്പ് സിസ്റ്റം, പെർഫറേറ്റർ സിസ്റ്റം. സോ നോ അനാട്ടമിക്കൽ ലീഷൻ ഐഡൻറ്റിഫൈഡ്. ഇതൊക്കെ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. അനാട്ടമിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇവിടെ ഉണ്ട്, അനാട്ടമിക്കൽ ക്ലാസിഫിക്കേഷനിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എക്സ്ട്രാ ഓരോ പോയിന്റ് വേണമെങ്കിൽ എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് എഴുതാം. അതായത് സൂപ്പർഫിഷ്യൽ എന്ന് പറഞ്ഞാൽ ടെലഞ്ചിറ്റേഷ്യ, റെറ്റിക്കുലർ വെയിൻ. അതുപോലെ തന്നെ രണ്ടാമത് ഗ്രേറ്റ് സെഫനസ് വെയിൻ എബവ് നീ. അതുപോലെ ഗ്രേറ്റ് സെഫനസ് വെയിൻ ബിലോ ദ നീ. പിന്നെ സ്മോൾ സെഫനസ് വെയിൻ. അഞ്ചാമത്തേനാണ് നോൺ സെഫനസ്. അതുപോലെ ഡീപ്പ് സിസ്റ്റം ആണെങ്കിൽ ഫ്രം 6 to 15. അതായത് നമ്മളിവിടെ 1, 2, 3, 4 അങ്ങനെ പറയണില്ല. അതായത് 6 to 15 വരുന്നത് ഡീപ്പ് സിസ്റ്റത്തിലാണ്. പിന്നെ പെർഫറേറ്റർ സിസ്റ്റം ആണെങ്കിൽ പെർഫറേറ്റർ വെയിൻ ഓഫ് ദ തൈയും പെർഫറേറ്റർ ഓഫ് ദ കാഫോ ആൻഡ് ലെഗും. അതുപോലെ തന്നെ A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോ അനാട്ടമിക്കൽ ലീഷൻ ഐഡൻറ്റിഫൈഡ്.